മഹോന്നതിൽ മഹോന്നതനായ ഒരാൾ വന്നിട്ട് ഇതിനെ പിരിച്ചു വിടുന്നുണ്ട്. അത് വളരെ രസകരമായൊരു സംഭവമാണ്. അതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു കഥ പറയാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, രാമൻ തളിക്കിന്നെ അറിയാം, സൽമാൻ അസീരി കേരളായ രംഗങ്ങൾക്ക് അറിയില്ലെങ്കിലും എന്ന് പറയണല്ലേ, ആ രാമൻ തളിക്കിന്നെ അറിയാം. അതൊരു ചെറിയ കഥയാണ്. 10-14 വർഷം മുമ്പുള്ളൊരു കഥയാണ്. അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പല പ്രഭാഷകരുടെ കൂട്ടത്തിൽ ഒരു എളിയ പ്രഭാഷകനായിട്ട് ഖണ്ഡന പ്രസംഗങ്ങളിലും മറ്റുമൊക്കെ ഞാനും കുറച്ച് സജീവമായിട്ടുള്ള ഒരു സമയമാണ്. അന്ന് മർക്കസിലെ ആ മുടിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദം കത്തി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ എനിക്ക് അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. ഹലോ, ആരാ? സൽമാൻ അസീരി അല്ലേ? അതെ, ഞാൻ മുഹമ്മദ് രാമന്തളിയാണ്. മുഹമ്മദ് രാമന്തളി? അതെ. എന്തേന്ന് ചോദിച്ചു. നിങ്ങൾക്കിന്ന് ഇന്നാലിന്ന സ്ഥലത്തൊരു പ്രോഗ്രാം ഇല്ലേന്ന് ചോദിച്ചു. ആ ഉണ്ട് എന്നാണ്. ഇന്ന് നിങ്ങൾ അവിടെ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ നൗഷാദ് അഹ്സനിയെ പരസ്യമായിട്ടൊന്ന് വെല്ലുവിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനെന്ന് ചോദിച്ചു. അതുണ്ട്, സംഘടനാപരമായൊരു വിഷയമാണ് എന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷയം പറയാറുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ നൗഷാദ് അഹ്സനിയെ വെല്ലുവിളിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് നൗഷാദ് അഹ്സനിയെ കൊണ്ടുവരാൻ നിർബന്ധിതരാവും അവർ, SSF. അപ്പോൾ സംഘടനയിൽ ഇപ്പോൾ നൗഷാദ് അഹ്സനിക്ക് പല വിലക്കുകളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൗഷാദ് അഹ്സനിയെ അവർ വിളിച്ചാൽ പ്രവർത്തകരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നൗഷാദ് അഹ്സനിക്ക് വരേണ്ടി വരും, നേതാക്കൾ പ്രതിസന്ധിയിലാകും. അപ്പൊ സംഘടനക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. സ്വന്തം പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ വേണ്ടി, അതിനുള്ളിൽ അസ്വാരസ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എതിർ പ്രസ്ഥാനത്തിലുള്ളൊരു പ്രഭാഷകനെ വിളിച്ചിട്ട് ഇയാൾ ഇങ്ങനെ പറയണ ആലോചിച്ചപ്പോൾ ഞാൻ ആകെ എന്തോ ആയിപ്പോയി. ഞാൻ ഫോൺ വെച്ച് ഇറ്റങ്ങളൊന്നും ഹൽക്കിന്റെ താഴത്തേക്ക് ഇറക്കാൻ പറ്റാത്ത ജാതിയാണെന്നുള്ളത് അന്നേ നമുക്കറിയാലോ. ഞാൻ നേരെ സത്താർ സാഹിബിനെ വിളിച്ചു. സത്താർ സാഹിബിനോട് ഞാൻ പറഞ്ഞു, സത്താർ സാഹിബ് ഇങ്ങനെ മുഹമ്മദ് രാമന്തളി വിളിച്ചിരുന്നു, അപ്പൊ അതിലെന്തൊരു ചതി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞു. സത്താർ സാഹിബ് ഒരു CID ആണല്ലോ. അപ്പോ സത്താർ സാഹിബിനോട് പറഞ്ഞു, ചതി അതിലില്ല, അതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് ഈ ആള്. അഥവാ സ്വന്തം വളർത്തി വലുതാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് നൗഷാദ് അഹ്സനിന്റെ വലങ്ക, നൗഷാദ് അഹ്സനിക്കും ചിലപ്പോൾ അറിയായിരിക്കും ഞാൻ വിചാരിക്കുന്നത്, ഒക്കെ പ്ലാനിങ് ആയിരിക്കുമല്ലോ. നൗഷാദ് അഹ്സനിയുടെ വലങ്കയ്യായി നടക്കുന്ന സമയത്ത് ഇദ്ദേഹം അവർക്കെതിരിൽ പ്രഭാഷണം നടത്താൻ പോകുന്ന ദിവസം എന്നെ വിളിച്ചിട്ട് ചെയ്ത പണിയാണിത്. ആ പണി ഇന്നും രാമന്തളി സാഹിബ് നിർത്തിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇത്. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് രാമന്തളി സാഹിബേ, ഇവിടെ സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാരമ്പര്യ നിലപാടിന് എതിരിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കേന്ദ്രത്തിൽ നിന്നൊരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ ഒരു സുന്നി എന്ന നിലക്ക് അതിൽ പ്രതികരിക്കുകയല്ലേ ഞാൻ ചെയ്തത്? ആ ചെയ്തതാണോ തെറ്റ്? അതല്ല, ആ പ്രതികരണത്തിൽ ഞാൻ തിരുത്തിയ ഒരു പദപ്രയോഗം അതെടുത്തു വെച്ചുകൊണ്ട് ആ പ്രയോഗത്തിന്റെ പേരിൽ എന്നെ ഒന്നുമല്ലാതെ ആക്കി കളയാൻ എന്ന വിചാരത്തോടെ താങ്കൾ നടത്തിയ ഈ ഈ ഏർപ്പാടുണ്ടല്ലോ. അപ്പൊ താങ്കൾക്ക് സ്ത്രീ പള്ളി പ്രവേശനമോ സുന്നത്ത് ജമാഅത്തോ വിഷയങ്ങളൊന്നും അല്ല താങ്കളുടെ പ്രശ്നം. താങ്കളുടെ പ്രശ്നം സൽമാൻ അസീരിയെ പോലുള്ള ആളുകളെ ഒന്നാണ്ട് സെയ്സാക്കണം എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ആർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്? എന്താണ് നിങ്ങളൊക്കെ ലക്ഷ്യം കാണുന്നത്? സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഇനി എന്തൊക്കെ കേൾക്കാനുണ്ട്? എന്തൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു? ഇവിടെ സൽമാൻ അസീരി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം സൽമാൻ അസീരി ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പലതും കേട്ടുകൊണ്ടിരിക്കുന്നു, ഇനിയും ഒരുപാട് കേൾക്കാനുമുണ്ട്. ഇവിടെ എല്ലാവരും ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അജയ്യത, അതിന്റെ കറാമത്ത്, അതിന്റെ ബഹുമാനം, അതിങ്ങനെ വാനോളം ഉയർന്നു നിൽക്കുന്ന അവസരം, അതൊക്കെ ശരിക്കും ആലോചിക്കാനുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്ക് നിങ്ങൾ, ഇവിടെ കുരുവട്ടൂരിയൻ പ്രാസംഗികൻ നൗഷാദ്, അദ്ദേഹത്തിന്റെയും രാമന്തളിയുടെ ഒക്കെ നിഫാഖ്, അവരൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് കളിച്ച കളി, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ദീർഘദൃഷ്ടിയോടെ അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ നേതാക്കന്മാർ, അവരുടെ ഇസ്സത്ത്, അത് നമ്മൾ മനസ്സിലാക്കാൻ ഒരുപാട് ചിന്തിക്കാൻ കിട്ടിയ അവസരം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ലോണം ചിന്തിക്കാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ദീർഘദൃഷ്ടിയോടെ കാണുകയും മനസ്സിലാക്കുകയും തക്ക
തക്ക സമയത്ത് തന്നെ വേണ്ട രീതിയിൽ ഇടപെടുകയും വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യുകയും അത്തരം കേടുകളെയും പേടുകളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനം അജയ്യമായി മുന്നോട്ട് പോയത് എത്ര സുന്ദരമായിട്ടാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത്. കേട്ടോ നിങ്ങൾ, ഇദ്ദേഹത്തിന്റെ ഒക്കെ നിഫാഖ്, ഇവരുടെയൊക്കെ കളികൾ, കുരുവട്ടൂരിയൻ പ്രാസംഗികൻ നൗഷാദിന്റെയും ഈ രാമന്തളിയുടെ ഒക്കെ കളികൾ, എന്തെല്ലാം കളികൾ, അവരുടെയൊക്കെ ഇഖ്ലാസ് മനസ്സിലായില്ലേ? അവരെ പ്രസംഗവും അവരുടെ ശൈലിയും ബോഡി ലാംഗ്വേജും അതുപോലെ തലയെക്കെട്ടും അവരുടെ ശൈലിയൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഈ സമയത്ത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. വിനീതനായ എനിക്ക് തന്നെ ഉണ്ടായ അനുഭവം, ആരൊക്കെ ഏതൊക്കെ നിലക്ക് എന്തൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരിട്ടുണ്ടായ അനുഭവം. അതുകൊണ്ട് തന്നെ ഈ മുനാഫിക്കിനെ അല്ലെങ്കിൽ ഇത്തരം മുനാഫിക്കുകളെ അതിനെയൊക്കെ പ്രസ്ഥാനം കൈകാര്യം ചെയ്ത രീതി എത്ര കൃത്യമായിരുന്നു എന്നതൊക്കെ അനുഭവത്തിലൂടെ തന്നെ അറിയാവുന്നതാണ്. ഞാൻ ഇവനെ നേരത്തെ ഒന്ന് വിളിച്ചിരുന്നു. നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെ ഉസ്താദുമാർക്കെതിരെ രൂക്ഷമായി വിമർശിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു മസ്ലഹത്തിന് ശ്രമം നടത്തട്ടെ എന്ന് ചോദിച്ചു. നേരത്തെ അദ്ദേഹവുമായി പല ഗ്രൂപ്പുകളിലും സംവാദവും ഗണ്ണനവും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള പരിചയവും ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പേരിൽ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയണം, അതാണ് പറയേണ്ടത്. അല്ലാതെ ഉസ്താദുമാർക്കെതിരെ നേതാക്കന്മാർക്കെതിരെ ഇങ്ങനെ പറഞ്ഞെടുക്കുന്നത് അത്ര നല്ല കാര്യം ഒന്നുമല്ല എന്ന നിലക്ക് സുന്നത്ത് ജമാഅത്ത് പറയാൻ നിങ്ങൾ തിരിച്ചു വരണം, അതിനുവേണ്ടി ഞാൻ മസ്ലഹത്തിന് ശ്രമിക്കട്ടെ എന്ന് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചപ്പോൾ ഇതിന് സാക്ഷികളായി 2-3 ആളുകളുണ്ട്. ഇപ്പോഴും ആ സാക്ഷികളെ കൊണ്ടുവരാൻ പറ്റുന്നവരാണ് എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ. ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, എനിക്ക് താല്പര്യമാണ്, നിങ്ങൾ മസ്ലഹത്ത് ചർച്ച നടത്തിക്കോളൂ, ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്ന്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ പ്രസംഗിച്ച ഒരുപാട് പ്രസംഗങ്ങൾ നേതാക്കന്മാർക്കെതിരെ ഉസ്താദുമാർക്കെതിരെ രൂക്ഷമായി വിമർശനം നടത്തി പ്രസംഗിച്ചിട്ടില്ലേ, അതൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതൊക്കെ എനിക്ക് വിട്ടേക്ക്, അതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് പറ്റും, അതൊക്കെ തിരുത്തി പറയാനും അതൊക്കെ ഒന്നുമല്ലാതെ ആക്കാനും ഇനി അങ്ങോട്ട് എന്ത് പറയണമെന്നും ഒക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിനൊക്കെ ഞാൻ തന്നെ മറുപടി പറഞ്ഞ് അതിന് വേണ്ടത് ഞാൻ കൈകാര്യം ചെയ്യും, അത് എനിക്ക് വിട്ടേക്ക് എന്ന് അദ്ദേഹം പറഞ്ഞത്. നോക്ക് നിങ്ങളൊരു മനുഷ്യൻ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞതിന് തന്നെ അദ്ദേഹം മറുപടി പറയാറുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അത് അദ്ദേഹം തുറന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറയാൻ, ഒരു മനുഷ്യന്റെ പാപ്പരത്വം, അടിസ്ഥാനമില്ലായ്മ. എന്നിട്ട് വീണ്ടും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഷെയ്ഖായ ഹാഫിദ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ സമ്മതമുണ്ടാകുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ്, ഉസ്താദ് എന്നാ പറഞ്ഞത്, ഉസ്താദ് ഒരു ദിവസം 2 പ്രാവശ്യത്തിലധികം ഈ വിഷയം പറയാറുണ്ട്, നമ്മൾക്ക് അങ്ങോട്ട് തന്നെ പോകണം, അവിടെയാണ് സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ദിവസവും 2 പ്രാവശ്യത്തിലധികം പറയാറുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറയണം. ആലോചിക്കേണ്ടതുണ്ട്. അതിലും ഞാൻ മൂക്കത്ത് കൈവച്ചു പോയി. ഇദ്ദേഹം ആ സമയത്തും നമ്മുടെ പ്രസ്ഥാനത്തിനെയും സംഘടനയൊക്കെ വിമർശിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഹക്ക് നമ്മുടെ ഭാഗത്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവരീ പറയുന്നതും ഹക്കല്ല, അവരീ പറയുന്നതൊക്കെ കളവാണ്, മോശമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്നൊക്കെ ആ പ്രസംഗം നടത്തുന്നത് എന്നത് വ്യക്തമായി ഞങ്ങൾ മനസ്സിലാകുകയല്ലേ, നമുക്ക് മനസ്സിലാകുകയല്ലേ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്നും നിങ്ങൾക്കൊരു പരിപാടി ഉണ്ടല്ലോ, പാലക്കാട് ജില്ലയിലോ മറ്റോ ആണെന്ന് എൻ്റെ ഓർമ്മ. ഞാനത് വളർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നും നിങ്ങൾക്കൊരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയിൽ നിങ്ങൾ എന്ത് ചെയ്യും പ്രസംഗം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് മിതമായ ഭാഷയിൽ പറയും, ഞാൻ മിതത്വം പാലിച്ചു കൊള്ളാം, അങ്ങനെ രൂക്ഷമായ വിമർശനങ്ങൾക്ക് ഒഴിവാക്കിക്കൊള്ളാം, നിങ്ങൾ മസ്ലഹത്തിന്റെ ചർച്ച നടത്തിക്കോളൂ എന്ന് അദ്ദേഹം പറയണം. അപ്പോ ഹക്കായ പ്രസ്ഥാനം നമ്മുടേതാണെന്നും അവിടെയാണ് ഹക്ക് എന്നും ഇദ്ദേഹത്തിനും ആളുകൾക്കും വ്യക്തമായ ബോധ്യമുണ്ട്. ആ ബോധ്യം ഉണ്ടായിരിക്കെയാണ് എന്തിനോ വേണ്ടി, ജീവിച്ചു പോകാൻ വേണ്ടി,
എന്തോ ശൈത്താന്റെ ഷെറിൽ പെട്ടുകൊണ്ട് ഇന്നും നമ്മുടെ പണ്ഡിതന്മാരെ ഈ വിമർശിക്കുന്നതൊക്കെ ഹക്ക് നമ്മുടെ കൂടെയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ ഈ പറയുന്നതൊക്കെ അവാസ്തവമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത് എന്നത് വ്യക്തമായിട്ട് ഞാൻ ആലോചിച്ചു പോയി. ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇത്തരം മുനാഫിക്കുകളെ മനസ്സിലാക്കിയിട്ട് ദീർഘദൃഷ്ടിയോടുകൂടെ നമ്മളെ നേതാക്കന്മാർ നേരത്തെ മനസ്സിലാക്കി നടപടിയെടുത്ത്, വേണ്ട വിധത്തിൽ നടപടിയെടുത്ത് ആ വിധത്തിൽ കൈകാര്യം ചെയ്ത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കറാമത്താണ് ഇവിടെ ഈ വെളിവാകുന്നത്, വ്യക്തമാകുന്നത് എന്ന് ഈ സമയത്ത്